everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി വീണ്ടും ആ റിലേഷൻഷിപ്പിന് ഒരു പാച്ചപ്പ് സാധ്യമാണോ, അല്ലെങ്കിൽ എന്തിനാണ് ബ്രേക്കപ്പ് പറഞ്ഞു പോയ റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ പല ആളുകളും പറയാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കംപ്ലീറ്റ്ലി പേഴ്സൺസിനെ, ഓരോ വ്യക്തികളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. കാരണം ഇനി പറയാൻ പോകുന്ന 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, പക്ഷെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പാച്ചപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അത് പാച്ചപ്പ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതേ റിലേഷൻഷിപ്പ് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം, ആ റിലേഷൻഷിപ്പ് ഫിക്സബിൾ ആണോ? അതായത് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ ഒരു റീസൺ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ റീസൺ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാനും അതേ റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ഫിക്സ് ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളതാണ്. ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടും ചോദിക്കാം. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. കാരണം നിങ്ങൾക്കാണ് ആ റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളത്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വയം ചോദിക്കുക. ഉണ്ട് എന്നാണെങ്കിൽ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതിന്റെ. ഇനി രണ്ടാമത്തെ ചോദ്യം, 2 വ്യക്തികളും ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാറാൻ, ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആകണം എന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായത് കൊണ്ട് ഒരിക്കലും അത് സാധ്യമായിരിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അതേ ഉദ്ദേശം അല്ലെങ്കിൽ അതേ ഒരു ഇഷ്ടം വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 വ്യക്തികളും ഒരുപോലെ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചേഞ്ച് ആവാൻ തയ്യാറാണോ അല്ലയോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് സ്വയം ചോദിക്കേണ്ട ചോദ്യം. മൂന്നാമത്തെ കാര്യം, ചില റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് ട്രസ്റ്റ് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. അതായത് വിശ്വാസം, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു വിശ്വാസമില്ലായ്മ തോന്നിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട കാര്യം. ആ വ്യക്തിയോട് ഫോർഗീവ് ചെയ്യാൻ കഴിയുമോ? അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അതിന് സാധിക്കണം. ഇത്തരത്തിൽ ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം കാരണമാണ് ആ റിലേഷൻഷിപ്പിന് ബ്രേക്കപ്പ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും റീബിൽഡ് ചെയ്യാൻ സാധിക്കുമോ? യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ ചോദ്യം, 2 വ്യക്തികളും ഒരുപോലെ പഴയ ആ ഒരു നോർമൽ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ, ലവ് ആണെങ്കിലും എനർജി ആണെങ്കിലും നമ്മുടെ ടൈം ആണെങ്കിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരിക്കലും ആ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവില്ല. ഇത്തരത്തിൽ ആ റിലേഷൻഷിപ്പിന് വേണ്ടി 2 പേരും ഒരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ളതാണ് സ്വയം ചോദിക്കേണ്ട 4ാമത്തെ ചോദ്യം. യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ 4 ചോദ്യത്തിനും നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് ആയി പോയ റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്